ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചപ്പമാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാ വിശേഷങ്ങൾക്കും മറ്റു പലഹാരത്തോടൊപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഒന്നാണ് അച്ചപ്പം. ഇത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അച്ചപ്പം തയ്യാറാക്കാൻ വേണ്ടി 4 മണിക്കൂർ കുതിർത്ത പച്ചരിയാണിത്. ഈ കപ്പിന് 240 ml കപ്പാണിത്. നിറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 250 വരും. 2 കപ്പ് പച്ചരി, 240 ml കപ്പിന് 2 കപ്പ് പച്ചരി 4 മണിക്കൂർ കുതിർത്ത് വെച്ചേക്കുക. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം, ഒന്ന് അരിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് കണ്ട പച്ചരി. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം, ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് ഊറിപ്പോട്ടെ. ഇനി നമുക്ക് വെള്ളമൊക്കെ ഊറിയിരിക്കുകയാണ് അരിയുടെ. ഇനി നമുക്കൊരു ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. സ്ട്രെയിൻ ചെയ്ത് വെച്ച അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാര വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ 1/4 കപ്പ് ചേർക്കുന്നത് സാധാരണ അച്ചപ്പത്തിന് കുറച്ച് മധുരമുണ്ട്, അതുകൊണ്ടാണ് 1/4 കപ്പ് ചേർക്കുന്നത്. 1/4 കപ്പ് ചേർത്താൽ യഥാർത്ഥ മധുരം കിട്ടും. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ ഒന്നിച്ച് കാണിക്കുന്നെങ്കിലും നിങ്ങൾ രണ്ടായിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കുക. ഞാനിതിപ്പം വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഒന്നിച്ച് കാണിക്കുന്നത്, ഒരു എളുപ്പ വഴി കാണിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ പിഴിഞ്ഞതാണിത്. 1/2 കപ്പ് തേങ്ങ 1/4 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത കട്ടിപ്പാലാണ്. അത് നമുക്ക് ഒരു തവി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം അരച്ച് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ ബാക്കി ചേർത്ത് കൊടുക്കുക. കോക്കനട്ട് മിൽക്ക്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് നല്ലപോലെ അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. നല്ലപോലെ നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം, അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിത് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയും പഞ്ചസാരയും ചേർത്ത് അരയ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ അരി ആദ്യം അരച്ചിട്ട് പിന്നെ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ അരച്ച് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. അതുപോലെ ഞാൻ ഒരു തവി തേങ്ങാപ്പാലേ ഒഴിച്ചുള്ളൂ. കാര്യം പഞ്ചസാരയും മുട്ടയും കൂടെ ആകുമ്പം വെള്ളം പോലെ ആയിപ്പോകും. കൂടുതൽ വെള്ളം ആവരുത്, ഇത്രയും ലൂസ് വേണം. ഞാൻ കാണിച്ചു തരാം. വേണ്ടേ, ഇത്രയും ലൂസിൽ വേണം ഇത് തയ്യാറാക്കാൻ. ഇതതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. നല്ല സ്മൂത്തായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്, കറുത്ത എള്ള്. എള്ള് കുറച്ചുകൂടെ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇത് നമ്മൾ അച്ചപ്പം കഴിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ, കൂടിയാലും നല്ലതല്ല, കാണാനൊരു ഭംഗി കുറയും. ഇതെള്ള അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇരുമ്പിൻ്റെയോ വേറെ ഏതെങ്കിലും അച്ച എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എണ്ണയിൽ മുക്കി തലേദിവസമേ എണ്ണയ്ക്കകത്ത് മുക്കി വെച്ചിട്ട് വേണം തയ്യാറാക്കാൻ, അന്നേരം പെട്ടെന്ന് ഇളകി വരും. ഇതാകുമ്പം എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് 2 സെക്കൻഡ് മുക്കി വെച്ചിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇളകി വരും. ഇത്രയും മാത്രം അച്ചിനെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഓരോ പ്രാവശ്യവും നമ്മൾ മുക്കുമ്പം ഈ മാവ് ഒന്ന് ഇളക്കി വേണം അതിലേക്ക് ഓരോ അച്ചപ്പവും തയ്യാറാക്കേണ്ടത്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലപോലെ തിളപ്പിക്കണം. എന്നിട്ട് ഈ അച്ചൊരു 2 സെക്കൻഡ് മുക്കി വെച്ചിട്ട് എടുത്ത് നമ്മൾ മാവിൽ മുക്കാവോള്, എന്നെങ്കിൽ മാത്രമേ ഈ അച്ചിനകത്തോട്ട് ഈ മാവ് പിടിക്കത്തുള്ളൂ. കൂടുതൽ ചൂട് കൂടാനും പാടില്ല. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടേക്കുക ഞാനിപ്പം. ഇനി നമുക്ക് 2 സെക്കൻഡ് ഞാൻ മുക്കി വെച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് മുക്കുക. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് ഇളവിയും വരും. 1/4 ഭാഗം മുക്കണം, ഫുള്ളായിട്ട് മുക്കരുത്. അതുപോലെ ഇങ്ങനെ ഒന്ന് പൊക്കി പിടിച്ചു കൊടുക്കണം, കൂടുതൽ താഴെ മുട്ടിക്കരുത്. ഇത്രയും ശ്രദ്ധിച്ചാൽ മതിയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം. ഇളകിയണ്ട, പെട്ടെന്ന് ഇളകി വീണണ്ട. വീണ്ടും നമ്മൾ തയ്യാറാക്കുമ്പോൾ ചൂടാക്കി അച്ച് ചൂടാക്കിയേ ഇത് പൊരിച്ചു പോരാവുള്ളൂ. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
നിങ്ങൾ കൂടുതൽ എണ്ണ ഒഴിച്ച് വലിയ പാത്രത്തിൽ തയ്യാറാക്കുകയാണെങ്കിൽ കൂടുതൽ തയ്യാറാക്കാം. ഞാനിത് ചെറിയ ചീനിച്ചട്ടിയിലല്ലേ കുഴിയുള്ള, ഇതിനകത്ത് കൂടുതൽ തയ്യാറാക്കാനൊക്കത്തില്ല. ഇനി നമുക്കിനി എടുക്കാം. ഒരു സ്വർണ്ണ കളറാകുമ്പം, ഗോൾഡൻ കളറാകുമ്പം നമുക്കിനി എടുക്കണം. അത് ഈ എണ്ണയൊന്ന് പോയതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നമ്മൾ 2 സെക്കൻഡ് ഈ അച്ച് മുക്കി വെച്ചതിന് ശേഷം എടുത്ത് ഒന്ന് എണ്ണ കുടഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് എണ്ണ തട്ടണം. അതിന് ശേഷം നമ്മൾ മാവിലേക്ക് മുക്കണം. 3/4 ഭാഗമേ മുക്കാവുള്ളൂ, അതിൽ കൂടുതൽ മുക്കരുത്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് പൊരിച്ച് പോരാൻ. എന്നിട്ടൊന്ന് പൊരിഞ്ഞ് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തട്ടിക്കാണ്ട് തന്നെ അതങ്ങ് വീണ്. കണ്ട, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് വീഴും. കൂടുതൽ മൂത്ത് പോകരുത്, കളറ് ചേഞ്ചായി പോവും, രുചിയും കുറയും, ടേസ്റ്റ് കുറയും. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഗോൾഡൻ കളറാകുമ്പോൾ തന്നെ ഇത് ഇനി എടുക്കണം, കോരിയെടുക്കണം. ഓരോ പ്രാവശ്യവും മാവ് നമ്മളിന്ന് ഇളക്കിയതിന് ശേഷം അച്ചെടുത്ത് മുക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് കട്ടിയാവാൻ സാധ്യത. ചൂടച്ചല്ലേ നമ്മൾ മുക്കുന്നതിലേക്ക്. ഇനി എണ്ണ അച്ച് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഇങ്ങനെ തട്ടിയിട്ട് ഇതിലേക്ക് മുക്കാം. തനിയെ വീണില്ലെങ്കിൽ നമ്മളിങ്ങനെ തട്ടി കൊടുത്താൽ മതിയുണ്ട്. ഹൃദയം തട്ടിയതേ ഉള്ളൂ. ഇനി നമുക്കിതിഞ്ഞ് കോരാം. വേണ്ട, നല്ലപോലെ ഗോൾഡൻ കളറിൽ കിട്ടിയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചപ്പം കേട്ടോ. ഈസിയാണ് തയ്യാറാക്കാൻ, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഒത്തിരി അച്ചപ്പം നമുക്ക് തയ്യാറാക്കാം. എണ്ണ ഇങ്ങനെ തട്ടണം, അതിന് ശേഷം മാവിലേക്ക് മുക്കണം. ഇനി നമുക്കിത് കോരാ. ഗോൾഡൻ കളറായിട്ടുണ്ട്. കണ്ടോ, നല്ല പെർഫെക്റ്റ് അച്ചപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്കെല്ലാം ഇതുപോലെ പൊരിച്ച് കോരാം. നമ്മുടെ അച്ചപ്പം എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അച്ചപ്പം. പിന്നെ ഇത് ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് അച്ചപ്പം കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ അച്ചപ്പം തയ്യാറാക്കാൻ. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോഴേ നമ്മൾ അച്ചപ്പം ഇനി കോരണം. പിന്നെ ചൂടാറുമ്പോൾ നല്ല പെർഫെക്റ്റ് കളർ കിട്ടും അത്തരം. അതുപോലെ തന്നെ അച്ചപ്പം തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. പിന്നെ ഇത് മാവ് അരി അരയ്ക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരയ്ക്കുക, അരി പൊടിക്കുവാണെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിക്കുക. അതുപോലെ തന്നെ അച്ച് നമ്മൾ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൊരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് എണ്ണയിൽ മുക്കി വെച്ചാൽ മതി. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഇരുമ്പിൻ്റെ അതുപോലുള്ള അച്ചുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ തലേ ദിവസമേ എണ്ണയിൽ മുക്കി വെക്കണം. ഇത്രയും മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈസിയാണ് തയ്യാറാക്കാൻ. നല്ല ടേസ്റ്റിയായിട്ട് നല്ല കറുമുറയെ കഴിക്കാൻ പറ്റിയ എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചപ്പമാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുക. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഇനി അച്ചപ്പം ശരിയായില്ലെന്ന് ആരും പറയരുത്. ഇനി ആരണോ എടുത്ത് പൊട്ടിച്ച് കാണിക്കാം. ഇതാ കണ്ട നല്ല കിലുകിലാന്നില്ലേ അതാ. ഇനി ശരിയായില്ലെന്ന് ആരും പറയരുത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.